ഹലോ നീ പറ. ആ ആ ആര്? അവളോ? അവൾ എന്റെ ജൂനിയർ ആണ്. ഒന്നുമല്ലെങ്കിൽ ഒരു വർഷം അവളെക്കാളും സീനിയർ ആണ് ഞാൻ. അവൾ എന്താ? ആണോ? ഇങ്ങോട്ട് വരാൻ പറ. അവക്ക് എന്റെ കിട്ടിയിട്ടില്ല നല്ല പോലെ. ഓ അവളച്ഛൻ പിന്നെ അവളച്ഛൻ ആരെന്ന്? അയ്യേ, അതേം കാട്ടി വലിയ ആളാണ് എന്റെ അച്ഛൻ. ഒന്നുമില്ലെങ്കിലേ അസിസ്റ്റന്റ് മാനേജർ ആണ് ബാങ്കിലെ. പിന്നെ ബഹളം വെക്കാതെ ഇറങ്ങി പോറെങ്കി എന്റെ മൂക്കിന് ഇടിച്ചു പറ്റൂ. ഇങ്ങോട്ട് ഇടിച്ചു വരട്ടെ. ജോഗിങ്ങിന് പോയപ്പോ പോരാ നിനക്ക്. അയ്യോ, എന്നാ ഒരു ദിവസം വരാൻ പറഞ്ഞേ നേരിട്ട്. നമുക്ക് കാണാന്ന് പറ. എടി നീയൊക്കെ അല്ലേ ഇവിടെ തലയെ കയറ്റി വെക്കുന്നത്? ആണോ അല്ലയോ? ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞാ? ഇല്ലടി, ഞാൻ ഇപ്പൊ ഇറങ്ങും. എന്തായാലും അവിടെ വെച്ച് കാണാം. വരട്ടെ, നമുക്ക് നോക്കാം. എന്തോ ആര് കാണിച്ചത്? നിന്റെ ആരുണ്ട് ഫോൺ തട്ടിപ്പിടിക്കേ? എന്തുവാടി സംഭവിച്ചത്? നിനക്ക് പോവല്ലേ ജോഗിങ്ങിന്? പോണം. പോടി. അയ്യോ, അയ്യോ, എന്നെ ഇനി എന്തിനു കൊള്ളാം? ഒറ്റയാണ് ശരിയല്ല. വൃത്തിയുടെ ജന്തുക്കളും കഷ്ടമാണ്. നോക്കിയും വിളിച്ചാലും എടുക്കൂല. നന്ദിയില്ല, ഒന്നുമില്ല. വരും എന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നേ. കൊടുക്കണേ അമ്മ, എന്റെ കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവൾമാർ ഒറ്റയാണ് ശരിയല്ലമ്മ. നന്ദിയില്ല ആർക്കും. നീ എന്തോന്നാണ് കാര്യം തെളിച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലാവും, അല്ലാതെ ഗണിക്കാൻ പറ്റൂല. അമ്മ, ഞാൻ മറ്റേ ക്ലാസ് മിസ് ചെയ്തല്ല. അപ്പൊ ഞാൻ എന്റെ നോട്ട് ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. പറ്റൂലെന്ന്. ഞാൻ ഇത്രയോ വട്ടം അവളെ നോട്ട് എഴുതി കൊടുത്തെന്ന് നമ്മക്ക് അറിയാല. നീ നിന്റെ വാണാല് പിള്ളേർ ഒറ്റ എണ്ണം ചവും നിരപ്പുള്ളതില്ല. പിന്നെ നിന്റെ കൂട്ടുകാരികളാണല്ലോ, അങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ എന്തിനേതമ്മ? ഞാൻ എന്തിനേത്? പിങ്കി, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? പിങ്കി, ആ പേരാണ് പ്രശ്നം. പട്ടികൾക്ക് ഇടുന്ന പോലത്തെ പേര്. ഇതെന്തോന്ന് രാവിലെ തന്നെ? അയ്യോ അമ്മ, ആ നച്ചലിയും ഗ്യാങ്ങും പറഞ്ഞു. നച്ചലിയാ? കാർത്തൂല്ലേ അമ്മ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയില്ല കേട്ടാ. അമ്മ കുളിത്തരുമ്പോ കാണിക്കില്ലേ, പറയില്ലേ? അയ്യോ, നിർത്തിയാ കിട്ടോ? അവള് പുറത്തു പോയിരിക്കണു. ആന്റിയോട് പറഞ്ഞിട്ടല്ലേ പോയത്? പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല. ആന്റി എന്നും പോലെ പരിപാടി തുടങ്ങിയത്? എന്തോന്ന് പരിപാടി മക്കളെ? കള്ളം പറച്ചില്. അതെ, പിങ്കി രാവിലെ ഫ്രണ്ട്സിനെ വിളിച്ച് അടിയുണ്ടാക്കി ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത് കണ്ടത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് അവൾ ഇവിടെ ഇല്ല എന്ന് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഓഹോ, കൊല്ലാനായിരിക്കും. എന്ത് മോളെ? കടുകുമണി, ഇങ്ങോട്ട് വന്നേ. ദേഷ്യത്തില ഇവിടെ വന്നേ. നിന്റെ ചേച്ചി വന്നെന്ന് പറഞ്ഞില്ല? നിന്റെ ഇവിടെ ഇങ്ങി വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്ത് ഇത്ര ദേഷ്യം രാവിലെ? മോള് വരുന്ന ഇവിടെ ആർക്ക് ഇഷ്ടക്കേട്? അല്ല ഇവിടെ ആരെ ഒളിച്ചവിടെ? ഇവിടെ വന്നേ. ഇത് എവിടെ പോന്നു? ഇങ്ങി വാ. എന്താ ഇതിങ്ങനെ ദേഷ്യത്തിൽ രാവിലെ? എന്ത് പറ്റി? എനിക്കൊന്നും പറയാനില്ല. പിങ്കി, വാ, എല്ലാം പൊളിഞ്ഞ്. കണ്ണാ കിട്ടിക്കോളും. ഞാൻ വന്നിട്ട് കൊറേ വർഷമായി. സുഖം തന്നെ. ഒരാള് വീട്ടിൽ കയറി വന്നാൽ അവരോട് മര്യാദക്ക് പെരുമാറണം, അല്ലാതെ ഒളിച്ചടിക്കല്ല ചെയ്യേണ്ടത്. നാണമില്ലേ പിങ്കി ചേച്ചി?
10-20 വയസ്സായി ഇതൊരു കുട്ടികളിൽ മാറിയിട്ടില്ല. എനിക്ക് 10-20 വയസ്സൊന്നും ആയില്ല. 18 പോലും തികഞ്ഞില്ല അല്ലേ അച്ഛാ? ഓ, അതെന്റെ കുഴപ്പമാണോ? എങ്ങോട്ട് പോണം? എന്ത് പറ്റി? ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറഞ്ഞാണ് തെറ്റ്. പോട്ട് മോളെ, അവള് തമാശക്ക് ചെയ്തല്ലേ. തമാശക്കൊന്നുമല്ല, അമ്മ എപ്പോഴും ചോദിക്കണം നീ എവിടെയാ പോണേന്ന്. പണ്ടുള്ളവർ പറയുന്നുണ്ട് താജോട് കേൾക്കാത്ത തത്തേ നീ തല കുത്തണ നിൽക്കുമെന്ന്. അയ്യോ, അത് അങ്ങനെയല്ല. താജൊല്ല് കേൾക്കാത്ത വവ്വാലെ നീ തല കീഴായിട്ട് കിടക്കുന്നതാണ്. ഓ, അപ്പൊ അങ്ങളുടെ ട്യൂഷൻ. ഞാൻ പോണേ. എനിക്ക് ഈ കൂട്ട് ശരിയാവത്തില്ല. നീ പിണങ്ങി പോകണ്ട, നമുക്ക് സോൾവ് ആക്കാന്ന്. ഞാൻ പോണേ, ഈ കൂട്ട് ശരിയാവൂല. അങ്കിൾ ആന്റി സോറി. ചുമ്മാ എവിടെ കിടന്ന് ഷോ അടിക്കാതെ ഇറങ്ങി പോണേ എന്റെ വീട്ടിലെ. പിങ്കി, കാർത്തു, കണ്ണാ. പെണ്ണേ എന്തോന്ന് പിങ്കി ഇത്? കൊച്ചു പിള്ളേന്ന് വിചാരം അച്ചലി. ഡി ആന്റി, അങ്കിളെ, ആ കൺമണി മോളെന്ന് വന്ന്? ഞാൻ ഇന്നലെ വന്ന അങ്കിളെ. അതെയാ മണി? ഓ, കുറച്ച് ക്ഷീണിച്ചല്ലേ? ചെറുതായിട്ട്. അല്ല, നമ്മുടെ കാത്തു അങ്ങോട്ട് കലിയുന്നുള്ളി ഇറങ്ങി വരണുണ്ടല്ലോ, കണ്ടോ? ഓ, കണ്ട് അവക്കിപ്പം എന്നെക്കാൾ കൂടുതൽ പിങ്കിയോടല്ലേ സ്നേഹം. ഇതാണ്. വാ, മോളെ ആത്തു വാ. ഇങ്ങോട്ട് പിങ്കി, എന്തിനാ എന്റെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മൊബൈൽ കുത്തി കുത്തി ഞാൻ മടുത്തടി. ഇതാവുമ്പോ ഒരു ചേഞ്ച് ആയല്ലോ. എന്റെ ചേഞ്ച് കുറച്ച് കൂടുന്നുണ്ട്. അല്ല, നിന്റെ മൊബൈൽ എടുത്തപ്പോ നിനക്ക് എന്തൊരു ടെൻഷൻ? എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കെന്ത്? ഇതെന്റെ ഫോണാണ്. ഞാൻ നിന്നെ പോലെ 18 തികയാത്ത ഒരു കാപ്പിരിയല്ല. ഞാൻ വന പോലെ വളർന്ന ഒരു യുവതിയാണ്. പിന്നെ ഒരു യുവതി വന്നേക്കണ്, വേറെ അടുത്തും ഇല്ലെങ്കിൽ കൊള്ളാം. ആര് വന്നേക്കണേ നോക്ക്. ആര്? ഞാനാ. ആ, ഞാൻ വിചാരിച്ച ഇവിടെ ഒരു പോക്കങ്ങ് പോയെന്ന്. വരേണ്ട വന്നു. ഓരോ ബന്ധങ്ങൾ മുറിക്കുമ്പോൾ അതിന്റെതായ രീതിയിൽ മുറിക്കണം. എന്തോന്ന് മുറിക്കണ കാര്യം പറയണ? ഈ ബോൺസൈ മരം. ചേച്ചി ഒന്നും മിണ്ടാതിരി. ചുമ്മാ അടുത്ത് വാചടിക്കാതെ എന്തിനു വലിഞ്ഞേരി വന്നേന്ന് പറ. പിങ്കി, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? ഈ മര്യാദ വേണ്ട ആന്റി എനിക്ക്. ഞാൻ പിടിച്ചതിന് ഉണക്ക സാധനം, നീ മേടിച്ചത് ഉണക്ക സാധനങ്ങൾ. ആന്റി, എന്താ സംഭവം അറിയാമോ? നമ്മളെ വീട്ടിൽ വന്നിട്ട് പറയാ പിങ്കി ചേച്ചിക്ക് എന്റെ അടുത്ത് പഴയ പോലെ സ്നേഹമൊന്നുമില്ല, ചീത്ത കൂട്ടിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് സംസാരിക്കാത്തതെന്ന്. ഓ, അതായിരുന്നല്ലേ കാര്യം. അത് നമുക്ക് ശരിയാക്കാം. അല്ല, കൊച്ചു പറഞ്ഞതിലെ കാര്യമുണ്ട്. ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകാരനെ ഇവിടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഈ കൂട്ടുകാരികൾ കൊള്ളൂല എന്ന് അവൾ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞുള്ളൂ. ഇത് മിക്കവാറും സീൻ കോൺട്രാവണ കേസാണത്. ആര് കോൺട്രാക്ട് ആയാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ചേച്ചിട്ട് ഒരു കമ്പനിയും ഇല്ല ഇനി. അയ്യ, കമ്പനി ആ കൂടെ ഒരു പൊടിക്കുപ്പീര് അത്രയല്ലേ ഉള്ളൂടി. ചുമ്മാ നച്ചില് ചിലക്കും പോലെ ചിലക്കാതെ പിന്നെ പറയണാൾക്ക് ആരോടി പോക്കും ഉണ്ടല്ലോ. ബോളുണ്ട് പോവും. ചേച്ചിക്ക് പറ്റിയ പേര് മരത്തവള. മറുത്തവള നിന്റെ ചേച്ചി. അല്ലല്ല, നിന്റെ ചേട്ടൻ. പിങ്കി, നീ അടി മേടിക്കും കേട്ടോ. അവിടെ നിന്റെ വാങ്ങിച്ച സകല സ്ഥലം എനിക്ക് തന്നിട്ടുണ്ട്. അങ്കിൾ ആന്റി, ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാ അങ്ങനെ. പെണ്ണായ അന്തസ് വേണോടി, അന്തസ്. നീ എന്തോരം എന്റെ കാശിന് മേടിച്ച് തിന്നിട്ടുണ്ടടി. ഇന്നലെയും കൂടെ നിനക്കേ ആ കപ്പലിന്റെ മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നുള്ളി പറക്കില്ലടി കാശ് തന്നത്. കണക്ക് പറയുമ്പോ സൂക്ഷിച്ച് പറയണം. ഈ ഇടയ്ക്കല്ലേ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്? എന്റെ കുടുക്ക പൊട്ടിച്ച് 250 രൂപ വാങ്ങിച്ചിട്ടല്ലേ നമ്മള് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്. ബിരിയാണി നീ കഴിച്ചല്ല? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. എങ്ങനെ അറിയാനാണ്? ആരും അറിയണ്ടെന്ന് പറഞ്ഞ് മാവിന്റെ മൂടിയിരുന്നല്ലേ കഴിച്ചത് നമ്മള്. കള്ളിയാണ് കേട്ടോ. ഓ, ആന്റിയെങ്കിലും സമ്മതിച്ചല്ല കള്ളിയാണെന്ന്. അങ്കിൾ ആന്റി, ഞാൻ പോവാണേ. മോളെ എവിടെ പോണ്? നില്ല്. അവള് സ്കോർ ചെയ്തിട്ടാണ് പോണത്. ഇടി കള്ളി. കൊള്ളാം. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടണ നോക്ക്. നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞാ? എന്റെ തലയിൽ. ഹലോ, അമ്മ എന്തിയാ കാർത്തോടാ? അവൾക്ക് ഫോൺ കൊടു. എന്റെ അടുത്തല്ല അമ്മ, ആ പിങ്കി എടുത്ത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ഫോൺ കൊടു. കാർത്തു, നീ ആന്റിയുടെ അടുത്ത് മാറിയുന്നേ? ആ, മാറിയാ? എടി കുരിപ്പേ, നീ ഉണ്ടല്ല, നീ കൂടെ പറഞ്ഞില്ലേടി ഞാൻ ബിരിയാണി മേടിച്ചത്. നീ ഇവിടെ വന്ന് ഓരോ നുണക്കഥകൾ പറയുമ്പോ ഞാൻ ഇവരെ മുമ്പിൽ കൊച്ചാവെന്ന് വിചാരിച്ചാടി. മേലെ എന്റെ വീടിന്റെ പരിസരത്തോണ്ട് പോലും പോണ വേടി നച്ചലി. നിനക്ക് എങ്ങനെ സാധിക്കുന്നുണ്ട് കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്? കൊച്ചാ?
നിന്റെ അനിയത്തി ആയതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കില്ലേ, ഇതുപോലത്തെ ഒരു കുരുട്ടടക്ക ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ഉച്ച തൊട്ട് ഊപ്പോറ്റ് വരെ അഹങ്കാരോട് അഹങ്കാരം. നിനക്ക് ഭ്രാന്താണ് കൊച്ചിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ. തന്നോടി എനിക്ക് ഭ്രാന്ത് തന്നെ. ഞാൻ ഒന്ന് തല കുനിച്ച് കൊടുക്കുമ്പോഴേ അവൾ എന്റെ തല കയറുന്ന മുടി വെട്ടണ്. ഇന്നൊരു കഷ്ടമുണ്ട്. കൊച്ചു രണ്ടും കൂടെ എവിടെ ഇരുന്നാ കസർത്ത്? ഡേ, നിനക്ക് എന്തൊക്കെ എഴുതാണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി തീർത്താ? ഇല്ല. പോയി എഴുതറി. ഓ മക്കളെല്ലാം കഴിച്ചാ? ഇല്ല. എന്നാ വാ തിന്ന. കുറച്ച് തേങ്ങ ഇരണ്ടിത്താ. അയ്യോ എനിക്ക് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അല്ലേ പിങ്കി? വന്നല്ലേ. ഞാൻ എപ്പോഴാണ് നിന്റെ കഥ പറഞ്ഞേ? ആവശ്യം പറയല്ലേ? പറയൂടി, ഞാൻ പറയും. നീ എന്ത് ചെയ്യന്നെ? നിന്റെ കൂതറ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. വേണ്ടി വന്ന മൈക്ക് സെറ്റ് എടുത്തോണ്ട് ഈ നാട് മൊത്തം ഞാൻ പിടിച്ച് പറയൂടി. എന്നാ എന്റെ വഞ്ചി പൊട്ടിച്ച കാശ് മൊത്തം ഇതിനകത്തുണ്ടോ? എന്തിനാ എനിക്കിത്? കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചിട്ട് പൈസ, ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പൈസ, നേരെ മുട്ടായി വാങ്ങിച്ചിട്ട് പൈസ, ഇതിന്റെ എല്ലാ പൈസ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും കുറഞ്ഞു പോയി പറഞ്ഞാൽ മതി, എടുത്തോണ്ട് വരാം. ആർക്ക് വേണോടി നിന്റെ പിച്ചക്കാശ്? എടുത്തോണ്ട് പോടി. പിച്ചക്കാശ് പിച്ചക്കാരിക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊടുത്ത് ചുമ്മാ സംസാരിച്ചോണ്ടല്ലോ കൊലവാരി കൊടുത്ത് നിലത്തറിക്കഞ്ഞേ. ഇവിടെ ഞാൻ ഇന്ന് ഞാൻ ഇറങ്ങി പോവാൻ തന്നെ വന്നത്. കുരുപ്പ് നാക്കൂടെ ആറ്റം പോകുമ്പോൾ അത്രേ ഉള്ളൂ. നാക്കാണെങ്കിൽ ഒരു മുളം നീളമുണ്ട്. നോക്കണം. അയ്യോ കടിച്ചെന്ന് തോന്നണ കുരുപ്പ്. വേദന എടുത്തോടി. ഇല്ലടി സുഖം. ഹലോ അമ്മ, കാർത്തുണ്ടോ അവിടെ? അതിനൊന്ന് കൊടുത്താണ്. ഒന്നും ഇല്ല അമ്മ, ഒന്ന് കൊടുക്ക്. അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം. കൊടുത്തോ? ഹലോ, ആ കാർത്തു, മക്കളെ കൂടെ മാറി ഇന്നാണ്ടി. എടി കുരുപ്പേ, നീ കുറച്ച് പിച്ചക്കാശുമായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നല്ലേടി അഹങ്കാരി. നീ ഉണ്ടല്ല ആദ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു, അത് ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. നീ ഇപ്പോഴും വാരി തന്നിട്ടല്ലേടി നീ ഭക്ഷണം കഴിക്കണത്. അയ്യേ കണ്ണ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞേടി. പോണേ പോണേ, നീ ഒന്നും പണയണ്ട. പോണേ പോണേടി. എടി നീ ആ കൊച്ചിന് വെറുതെ വിടാ, ഒരു പ്ലാനും ഇല്ലടി. എന്താണ് നിനക്ക്? വെറുതെ വിടാന് അതൊന്നും പറ്റൂല. അഹങ്കാരി കഷ്ടോടി. പണിയാണല്ലോ. എന്താടി ചേട്ടനിങ് വരുവോ? നീ എന്തുവാടാ പിങ്കി ചേച്ചിയോട് പറഞ്ഞതോ? എടി ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. നീ ഒന്നും പറഞ്ഞില്ല. പിങ്കി ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എടി അമ്മ സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല, എന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞാണ്. കൊള്ളാം, അമ്മ സത്യം. പിങ്കി ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. നീ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞില്ല. എന്തുവാണ് പറ, എന്തുവാണെന്ന് പറ. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ അല്ലേ നടക്കുന്നത്, പിന്നെ അങ്ങനെ വിളിച്ച് പറയും. പിന്നെ അങ്ങനെ വിളിച്ചാ നീ ഇടയ്ക്കിടയ്ക്ക് ചതിയനാണ്, ചതിയൻ. നീ എന്റെ ചേട്ടനുള്ളതൊക്കെ ആ ഒരു മര്യാദ കാണിക്കണ്ടേടാ. ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? ഒരു കുടുംബം എന്റെ കുടുംബത്തിനുള്ളല്ലേടാ. ഒന്നും വിളിച്ച് പറഞ്ഞില്ല. സത്യം പറ. ഇല്ല, ഇവനടിക്ക് ഒരു കൊമ്പ കിട്ടുന്നില്ലല്ലോ. ഇവിടെ മൊത്തം ഇലയായി പോയി. ആന്റി എന്തു മക്കളെ? പിങ്കിക്ക് വല്ലാത്ത കുഴപ്പം തന്നെ. അവളാ കാർത്തൂനെ വിളിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഒരു വക കേൾക്കുന്നില്ല. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാതിരിക്കണമെന്ന് നല്ലത്. പിങ്കിയുടെ വിചാരം കാത്തൂനെക്കാളും ചെറുതാണെന്നാണ്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടാ, രണ്ടും കൂടെ അടി ഉണ്ടാക്കുകയും ചെയ്യും, 5 മിനിറ്റ് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുകയും ചെയ്യും. നമ്മള് ഇടപെടാൻ പോയാൽ ശശിയാവും. വരുന്നു
മേഡം ആള് എന്ത് അമ്മേരെ മോക്ക് എന്ത് കുഴപ്പം? ഡീഡി നീ ആ കൊച്ചിന്റെ അടുത്ത് മുട കാണിക്കുന്നവളെ എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ ഉടച്ച് കൈ തരും ഞാൻ. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ ഉറക്കാൻ പോവും. പിങ്കി എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിങ്കി ചേച്ചി എന്താടാ എന്ത് കണ്ണാ? നല്ല പണിയാണ് കേട്ടോ കാണിച്ചത്. ഞാൻ ഇവിടെ കുറ്റമെല്ലാം വന്ന് ഇവിടെ ഒന്ന് പറയുമല്ലോ, അതും പറഞ്ഞുകൊണ്ട് അവളെന്നെ റോഡിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അയ്യോ എന്തൊന്നും പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ, മേടിക്കണോ? അവക്ക് ദേഷ്യം വന്നാലേ ഭ്രാന്ത. എടാ എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇവരാണല്ലേടാ. അവളെ തൊട്ടാലേ അവളറിഞ്ഞ് വിളിക്കും എന്നെ കൊല്ലുന്നേന്ന്. അച്ഛനമ്മയും വന്ന് എന്നെ കടിക്കും. ഇതാണ് ഞാൻ പറയണത്, അവള് കള്ളിയാണ്, പെരുങ്കള്ളി. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസം ഇല്ലല്ലോ. കള്ളി. അതെ, കാർത്തു കള്ളി തന്നെയാണ്. എനിക്കറിയാം നീ ഇവിടെ തന്നെ വരുമെന്ന്. എല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കിയല്ലേ? ഓക്കെ, കാർത്തി ഒറ്റയ്ക്ക് തന്നെ. എന്തോന്ന് മക്കളെ ഇത്? നിങ്ങളൊക്കെ തമ്മിൽ തല്ലിയാലോ എങ്ങനെ? മക്കള് മെഡിക്കൽ കുട്ടിയല്ലേ, ആന്റിയുടെ സുന്ദരി കുട്ടിയല്ലേ? സുന്ദരി. എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയുള്ള അസൂയല്ലേ? അയ്യോ ഡേ, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടണോ അതോ നീയായിട്ട് ഇറങ്ങി പോണാ? പിങ്കി നീ നിർത്ത്, കുറച്ച് കൂടുന്നുണ്ട്. ഇനി നീ എന്റെ കൊച്ചിനെല്ലാം പറഞ്ഞോണ്ടല്ലോ വിവരം അറിയുന്നേ. അയ്യോ ഒരു വലിയ ചേച്ചി വന്നേക്കണ്. കാര്യമൊക്കെ ശരി, എന്റെ ചേച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ല. നല്ല പിന്നെ മുടി ചേച്ചി ചേട്ടാ വാ പോവാ. വേണ്ട, ഫോൺ വഴിക്കിട്ടെന്നെ തല്ലാനല്ലേ. വരാൻ പറഞ്ഞ വരണം. നീ പോടി. മോള് പോക്കോ, ഞാൻ ഇവനെ കൊണ്ട് വന്നോളാം. വന്നാ കൊള്ളാം. കൊഴുപ്പ് തീർന്നില്ല എനിക്ക്. അയ്യോ ഇതെങ്ങോട്ട് പോന്നു? എന്തു പറ്റി? എവിടെ പോണു? ഞാൻ എങ്ങും പോകുന്നില്ല, എന്നെ ഇവിടുന്ന് ഇറക്കി വിടാ. ഇറക്കി വിട്ടു? ആര്? എന്താ സത്യത്തിൽ എന്താ പ്രശ്നം? അങ്ങൾക്ക് ഇത്രയും നേരത്തെ ഇവിടെ പ്രശ്നമൊന്നും അറിയില്ല? ഇല്ല മോളെ, പറ എന്താ കാര്യം? എന്താണ്? അങ്കിളും ആന്റി എന്ത് പാവമാണ്. ആ ഇളയ മോളെന്ത് ഇങ്ങനെ ആയി പോയത്? എടി എടി എടി, നീ ഇതുവരെ പോയില്ലേ? ഇളയ മോളെ നിന്നെ കട്ടി കൊള്ളാടി. പിങ്കി എന്തോന്നിത്? നോക്കിയോ, നിനക്ക് ഒരു സംസാരം കൂടുന്നുണ്ട്. നല്ല അടി കിട്ടും ഇനിയിപ്പോ നിനക്ക്. അതുപോലെ കാർത്തൂനും കിട്ടുന്നുണ്ട് അടി. എന്നെ എന്തിനാ അടിക്കണത്? അത് അടുത്ത കാലത്തായിട്ട് കാർത്തൂന്റെ സംസാരത്തിലും കുറച്ച് ഇത് കൂടുന്നുണ്ട്. എല്ലാരും മിടുക്കി മിടുക്കി എന്ന് പറയുന്നതുകൊണ്ട് തലക്കനം കൂടിയിട്ടുണ്ട്. ശരി ഞങ്ങളെ ഇവളുടെ ഓവർ സ്മാർട്ട് ഈ ഇടയിൽ കുറച്ച് കൂടുതലാ. എനിക്കും തോന്നി ഇവിടെ ഉള്ളവരെ എങ്ങനെയായി പോയി. മോളും അതുപോലെ ആവാൻ നോക്കാണോ? ശരി ആന്റി, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മെക്കിട്ട് കയറാൻ വരും. അങ്ങനെയൊന്നും പാടില്ല, അതൊക്കെ മോശമല്ലേ? അങ്ങനെ മെക്കിട്ട് കയറാമോ? എന്റെ കാർത്തുക്കുട്ടി ഇപ്പൊ കരയും, കരയാറായി. അയ്യോ അയ്യോ മോളെ കരയാതെ. അയ്യോ അയ്യോ കണ്ണീര് കണ്ണു കാത്തു, അയ്യോ കരയാതെ. കാര്യം പറഞ്ഞു തരുമ്പോ കരയാൻ പാടില്ല കേട്ടാ. അയ്യോ കരയാതെ. പിങ്കി കണ്ടോ കൊച്ചു കരയണുണ്ടോ? കണ്ടു കണ്ടു, നല്ല രസമുണ്ട്. ആരെ സമാധാനിപ്പിക്കണ്ട, ഞാൻ ഒന്ന് കണ്ട് ആസ്വദിച്ചോട്ട്. ഒരു ദുഷ്ട, ഞാൻ നിന്നെ സ്നേഹിച്ചെനിക്ക് കണക്കിന് കിട്ടി. ഞാൻ നിന്നെ ഒരു മിണ്ടത്തൂല. ഞാൻ ഈ വീട് കാലുപോലും കുത്തത്തില്ല. മക്കളെ, നല്ല കുട്ടിയാവാൻ വേണ്ടി കാര്യം പറഞ്ഞു തരുമ്പോ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആന്റിക്കറിയാവോ, എന്റെ സ്കൂളിലെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 2 ചേച്ചിയും 1 ചേട്ടനൊന്നാണ്. ഈ ചേച്ചിനെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കരയണ്ട കരയണ്ട കേട്ടോ. പോട്ട് പോട്ട് പോട്ട്. പിങ്കി ഇങ്ങോട്ട് മോളും വന്നേ, കൈ കൊടുത്തേ. രണ്ടാളും കൈ കൊടുത്തേ. ചെല്ലടി, വാ മോളെ, കൈ കൊടുക്കാൻ പറഞ്ഞില്ലേ? കൊടുക്കുന്നുണ്ടോ? കോംപ്രമൈസ് ചെയ്യാണെങ്കിൽ ഇപ്പൊ കോംപ്രമൈസ് ചെയ്തോളാം, ഇല്ലെങ്കിൽ പിന്നെ ജീവിതം രണ്ടും മിണ്ടൂല. ഇങ്ങോട്ട് വന്നടി മോളെ, ചിരിച്ചേ. നീ ചിരിയടി. കൈ കൊടുത്തേ, കൈ കൊടുത്തേ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എടി 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 എടി, കരഞ്ഞതേ നിന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, നീ മിണ്ടിയില്ലെങ്കിൽ എന്റെ അടുപ്പത്ത് അരി വേവൂല. പുറമേലിരിക്കണമെന്ന് ഓർമ്മിക്കണം, അല്ലെങ്കിൽ നെക്കി തരും. ധൈര്യമുള്ള അച്ഛന് ഉള്ളതാണെങ്കിൽ നീ ഞെക്കടി. ഞെക്കണം. പന്തിരാണ്ട് കൊല്ലവും പട്ടിയുടെ വാലില് കുഴലിട്ട് വെച്ചാലും അവസാനം അത് ഊരുമ്പോ ഇതുപോലെ വളഞ്ഞിരിക്കും.